ദൈവത്തിന് സ്തോത്രം. എൻ്റെ ശുശ്രൂഷകളെല്ലാം ആത്മാവിൻ്റെ ശുശ്രൂഷകളാണ്. അത് നോട്ട് കൂട്ടിച്ചതും എഴുതി വെച്ചതും കാണാപ്പാടം പഠിച്ചതൊന്നുമല്ല. മണിക്കൂറുകൾ പ്രാർത്ഥിച്ച ശേഷം ദൈവത്തിന്റെ സന്നിധിയിൽ സംസാരിക്കുന്ന ആത്മീയ ആലോചനകളാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്നിവിടെ സംസാരിക്കുന്നതായ വിഷയം യോഹന്നാന്റെ സുവിശേഷം എടുത്താട്ട് എല്ലാവരും വേദപുസ്തകം എടുത്ത് ഒത്തിരി വാക്യങ്ങളൊന്നും ഞാൻ നിങ്ങളെ കൊണ്ട് വായിപ്പിക്കാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 12-ാമത്തെ അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാണ്. 14 ബ്രദറെ 12-ന്റെ-14 വായിച്ചത്? അതെങ്ങനെ എൻ്റെ മലയാളത്തിൽ എങ്ങോട്ട് പറഞ്ഞേ? അത് തന്നെ, അതാണ് നമ്മുടെ വിഷയം. യേശു ഒരു കഴുതയെ കണ്ടിട്ട് അതിന്മേൽ കയറി. സൂക്ഷിച്ചും കണ്ടുമൊക്കെ കഴുതപ്പുറത്ത് കയറാവൂ. ആഞ്ഞൊരു തൊഴിച്ചാൽ പ്രൈസല നീ തിരുവനന്തപുരത്തും കഴുത ദുബായിലും വന്ന് കിടക്കും. അത്രയ്ക്ക് പവറാ കഴുതക്കാലും ഗോത്രം. അതുകൊണ്ട് യേശു ഒരു ചെറിയ കഴുതയെ കണ്ടു. ആ വാർഡിൽ ഒത്തിരി കഴുതയുണ്ടെങ്കിലും കാലൊടിഞ്ഞ കഴുത, കൈയൊടിഞ്ഞ കഴുത, ആർക്കും വേണ്ടാത്ത കഴുത, ഓഞ്ഞ കഴുത, എല്ലു പൊങ്ങിയ കഴുത, പ്രൈസലോ വരെയുള്ള പല കഴുതകളുണ്ട്. പക്ഷേ യേശു ഇതിനെയൊന്നും അല്ല കണ്ടത്. യേശു ഒരു സ്മോൾ ഡോങ്കി, ഒരു കൊച്ചു കഴുത ഒരിടത്ത് നിൽക്കുന്നത് കണ്ടു. യേശു അല്ലാതെ മറ്റാരും അത് കണ്ടില്ല. സ്തോത്രം. ശിഷ്യന്മാരെ പോലും ഇത് കാണിച്ചില്ല. അതിന്റെ വിശദീകരണം പറയുമ്പോൾ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം കീഴോട്ട് വായിക്കുമ്പോൾ കഴുതയെയും കഴുതയുടെ ഫാമിലിയെയും കഴുതയുടെ മാതാപിതാക്കളെയും പറ്റി പറയുന്നുണ്ട്. അതിന്റെ പാശ്ചാത്തലം പറയുന്നുണ്ട്. എവിടെ ജനിച്ചു, എവിടെ നിന്ന് കിട്ടി, എങ്ങോട്ട് പോയി എന്നുള്ള കാര്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ ഈ ഭാഷകൾ ഇച്ചിരി, എൻ്റെ പ്രസംഗം ഇച്ചിരി സ്പീഡിലായിരിക്കും. കാരണം എനിക്ക് ദൂതിന് പഞ്ഞമില്ല, ദൂതിന് ദാരിദ്ര്യമല്ല. എഴുന്നേറ്റ് വന്ന് ഹല്ലേലൂയ സ്തോത്രം മോശ ചെങ്കടൽ പിടർന്നുകൊണ്ടിരുന്നപ്പോൾ കല്ലറവാദികൾ അറിയ കരഞ്ഞുകൊണ്ടിരുന്നു. ഗിദെയോൻ കുടവടച്ച് പന്തം കെട്ടി. അല്ല, ഇതൊന്നും പറയേണ്ട ഗതിയോടൊന്നും നമുക്കില്ല. എന്തുകൊണ്ട്? ദൈവസന്നിധിയിൽ മണിക്കൂറുകൾ പ്രാർത്ഥിച്ച് ആത്മാഭിഷേകത്തോടെ എഴുന്നേറ്റാൽ ദൈവവചനത്തെ എൻ്റെയും നിന്റെയും നാവിനുമേൽ ദൈവം തരും. ആ വചനത്തിന്റെ ശക്തി കൊണ്ട്, ശുശ്രൂഷ കൊണ്ട് നമുക്ക് ആന്തരിക രൂപാന്തരം ഉണ്ടാവും. സാത്താനൊന്നും നമുക്ക് വിഷയമല്ല. ദൈവത്തിന്റെ സ്തോത്രം. വീരപ്പനെ ആരണ്ട് തല്ലിക്കൊന്ന് വെടിവെച്ച് അവൻ മണ്ണോട് ചേർന്നു. പിന്നെ അവന്റെ കാര്യം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? വാഴ്ചകളെ അധികാരങ്ങളെ ക്രൂശിന്മേൽ വെച്ച് യേശു പരാജയപ്പെടുത്തി. സ്തോത്രം. അതുകൊണ്ട് സാത്താൻകുട്ടിക്കും സ്ഥാനത്തിന് ഒരു സ്ഥാനമില്ല. യേശുവിനാണ് സഭയ്ക്കകത്ത് സ്ഥാനം. അവന്റെ രക്തത്താലാണ് നമ്മൾ വീണ്ടെടുത്ത്, അവന്റെ ആത്മാവിലാണ് നമ്മൾ ആരാധിക്കുന്നത്. സ്തോത്രം. പലർക്കും ഒന്ന് സാത്താനെ പെടുക. ശത്രു പോരാട്ടം, ദുഷ്ടൻ, ശത്രുവായി ഏതിലേലും ആ സാധനം പോട്ടെ. കിങ് കോബ്ര, രാജവമ്പല നിങ്ങൾ കേട്ടിട്ടില്ലേ? ഈ രാജവമ്പലയുടെ പുറത്ത് ഒരു ട്രക്ക് കയറി കഴിയുമ്പോൾ ചത്തൊന്ന് വെച്ചു. ആ രാജവമ്പലയുടെ കുടലും തലയോട്ടിയും കിഡ്നിയും വൃക്കയും കുടലും എല്ലാം ചതഞ്ഞ് പേപ്പർ കഷ്ണം പോലായി. അതിങ്ങനെ ചതഞ്ഞൊരു ഫോട്ടോ പോലെ കിടക്കുക. അന്നേരം നിങ്ങൾ ഇവിടുത്തെ സാമ്പാഷ യോഗം കഴിഞ്ഞ് രണ്ടുപേരും കൂടെ സ്വോത്രം അങ്ങോട്ട് പോയപ്പോഴത്താണ് ഈ പാമ്പ് വഴി കിടക്കുന്നത്. ഒരാൾ പറയാം പാമ്പ്, അത് പാമ്പാ ചേമ്പ്, അതിന് ജീവനൊന്നുമില്ല. അത് ഒരിക്കൽ വർക്കിംഗ് കണ്ടീഷൻ ആയിരുന്നു. ഇപ്പോൾ അത് ഓഫായി പോയി. പ്രൈസ് ദി ലോർഡ്. ആ ട്രക്ക് കയറി ഇറങ്ങി. ഒരിക്കൽ സാത്താന് കഴിവുണ്ടായിരുന്നു. കാൽവറി ക്രൂശിൽ വെച്ച് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ട്രക്ക് കയറ്റി ഇറങ്ങി. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ ഇപ്പൊ അവന്റെ കയ്യിലാ. സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരവും പ്രാപിച്ചവനാ നമ്മുടെ കർത്താവ്. സ്തോത്രം, സ്തോത്രം. എന്നിട്ടും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ചില പുള്ളികൾക്ക് പിശാത്താനെ ഭയപ്പെടരുത്. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം തന്നിരിക്കുന്നത്. ശക്തിയുടെയും ബലത്തിന്റെയും ജ്ഞാനത്തിന്റെയും സുബോധത്തിന്റെയും വെളിപ്പാടിന്റെയും ദർശനത്തിന്റെയും ആത്മാവിന്റെ ആരാധനയുടെയും ഏകാഗ്ര ഹൃദയമുള്ള ഒരാത്മാവിനാണ് ദൈവം തന്നിരിക്കുന്നത്. ഒരിക്കൽ ഒരു സിംഹം വിശന്ന് കിടക്കുകയായിരുന്നു. ഒരു വാർദ്ധക്യ വയസ്സ് എന്നൊരു സിംഹം. ദിവസങ്ങളായിട്ട് ആഹാരം കിട്ടിയില്ല. അത് വിശന്ന് കുടല് കരിഞ്ഞ് വളരെ ക്ഷീണിച്ച് കിടക്കുക. ഇങ്ങനെ അതിനിര കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴത്തേനാണ് 2 മീറ്റർ നീളമുള്ള ഒരു പെരുമ്പാമ്പ് ഈ വിശന്ന് കിടന്ന സിംഹത്തിന്റെ അരികിലേക്ക് ചെന്നു. അതിങ്ങനെ എഴിഞ്ഞു തന്നു. അപ്പൊ സിംഹത്തിന് മനസ്സിലായോ, എനിക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് വരുന്നുണ്ട്. 2 നാളായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. ആ പെരുമ്പാമ്പിനെ വിഴുങ്ങിയാൽ 1 മാസമെങ്കിലും പിടിച്ച് നിൽക്കാം. വരട്ടെ അതിനെ ഒന്ന് വിഴുങ്ങാം. അങ്ങനെ സിംഹം ഇങ്ങനെ ഇരിക്കുക. പെരുമ്പാമ്പ് ഇങ്ങനെ വന്നപ്പോൾ സിംഹം വായ അങ്ങോട്ട് തുറന്നു വെച്ചു കൊടുത്തു. ഇങ്ങനെ പറഞ്ഞാൽ എന്നാ എടുത്തു? പെരുമ്പാമ്പ് അതിലേക്ക് പുള്ളി എന്നാ എടുത്തു? ഈ വായിക്കകത്തോട്ട് അകത്തോട്ടം കയറി കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. സിംഹത്തിന്റെ വായിക്കകത്തോട്ട് പെരുമ്പാമ്പ് അങ്ങോട്ട് കയറി കൊടുത്തു. ഓത്രം. അങ്ങനെ ഫുള്ളായിട്ട് ഇപ്പൊ സിംഹത്തിന്റെ വായിക്കകത്ത് പെരുമ്പാമ്പായി. ഇപ്പൊ പെരുമ്പാമ്പിന് വലിയ ഹാപ്പിയായി. 2 ആഴ്ചത്തിന് സുഖമായി, ഒരു പ്രശ്നമില്ല, ഇനി വിശക്കത്തൊന്നും ഇല്ല, അത് ദൈവം കൊണ്ട് തന്നതാ ഒരെരയെന്നൊക്കെ പറഞ്ഞ് സിംഹം ഇങ്ങനെ ചിന്തിച്ചു. 2 മണിക്കൂർ കഴിഞ്ഞിട്ടും വയറ്റി തപ്പി നോക്കിയിട്ട് അകത്തോട്ട് പോയ ആളിനെ കുറിച്ച് ഒരു വിവരവും ഇല്ല. സ്തോത്രം.
എവിടെ പെരുമ്പാമ്പ്? എവിടെ പെരുമ്പാമ്പ്? ഇവനെ കാട്ടിലും വിളഞ്ഞ പുള്ളിയായിരുന്നു. അത് ഫ്രണ്ടിൽ കൂടെ കയറി ബാഗിൽ കൂടെ ഇറങ്ങിപ്പോയി. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ സിംഹത്തിന്റെ പല്ലില്ലായിരുന്നു. സ്വത്രം പല്ലില്ലായിരുന്നു കൊണ്ട് പ്ലേ ആയിട്ട് പോയി. സിംഹത്തിന്റെ പല്ല് തകർത്ത് കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഗോൽഗൊഥാ മലയിൽ വെച്ച് പിശാച് അലറുന്ന സിംഹം പോലെ ഇങ്ങനെ നടക്കുന്നത്. അവനൊക്കെ നമ്മളെ കയറി പിടിച്ചതാ. പക്ഷെ ഒരു കേടും പാടും കൂടാതെ അവൻ അവിടെ ചത്തു വിലച്ചാണ്ട് അവന്റെ ശക്തി പോയിരിക്കുന്നു. നമ്മൾ ഇന്ന് രാത്രികാലം കർത്താവിൽ ബലപ്പെട്ടിരിക്കുക. സ്തോത്രം. അതുകൊണ്ടാണ് അതൊന്നും മേടിക്കരുത്. ഞാൻ 35-ാമത്തെ വയസ്സിൽ മരിച്ചു പോകുന്നു ആ നെടുങ്കുന്നംകാരൻ രാമകൃഷ്ണൻ കണി ഞാൻ പറഞ്ഞത്. അവൻ 50 പോയി, ഞാൻ 50-ന് മുകളിൽ സെഞ്ചുറി അടിച്ചിരിക്കുക. കണ്ടോ? വല്ല ഉണക്കക്കണിയാനും പറയുന്നത് കേൾക്കുന്നതുമല്ല ആയുസ്. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, ഹോവേ നിന്റെ കാലഗതികൾ എന്റെ കയ്യിലിരിക്കുന്നു. ഇന്നിരിക്കുന്ന കുഞ്ഞെ, നിന്റെ ആയുസ് ഇരിക്കുന്നത് ഇവിടെയുള്ള ജോത്സ്യന്റെ കയ്യിലോ കണിയാന്റെ കയ്യിലോ അല്ല, നിന്റെ ദൈവമായ കർത്താവിന്റെ കയ്യിലാ. രക്ഷിക്കപ്പെട്ടവന്റെ ആയുസ്സിരിക്കുന്നത് പ്രൈസ് ദി ലോർഡ് കർത്താവിന്റെ കയ്യിലും, രക്ഷിക്കപ്പെടാത്തവന്റെ ആയുസ്സിരിക്കുന്നത് കാലന്റെ കയ്യിലുമാണ്. ആരുടെ കയ്യിൽ പോകണം എന്നുള്ള കാര്യം 2:30-ക്ക് പാസ്പോർട്ട് പറഞ്ഞു വെച്ച് പോയാൽ അവസാനമായി ഞാൻ ടാറ്റ തന്നു വിടാം. നമ്മൾ തമ്മിൽ നീ കാണത്തില്ലല്ലോ. അതല്ല, നീ രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിന്റെ പൈതലായിട്ട് കടന്നു പോയാൽ, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു പാപത്തോട് വിട പറഞ്ഞ് ഒരു പുതിയ മനുഷ്യനായി ജീവിക്കുവാൻ സ്വർഗത്തിന്റെ ഫയലിൽ നീ ഒപ്പുവെച്ചാൽ വീണ്ടും നമ്മൾ തമ്മിൽ കാണും. പ്രൈസ് ദി ലോർഡ്. ഞാൻ കേരളത്തിലേക്കും പോകും, നീ സൈറ്റിലേക്കും പോകും. എന്നാൽ വീണ്ടെടുപ്പിന്റെ കാഹളം മുഴക്കുമ്പോൾ രൂപം മാറി, ഭാവം മാറി, ഷർട്ട് മാറി, ജീൻസ് മാറി, ചുരിദാറ് മാറി, മാല മാറി, ബൈബിള് മാറി, മൊത്തം മാറി, രൂപാന്തരപ്പെട്ട് നമ്മൾ ഒന്നിച്ചു കൂടുന്ന ഒരു ഇന്റർനാഷണൽ ജനറൽ കൺവെൻഷൻ സ്വർഗത്തിലുണ്ട്. അതിനുവേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. സ്തോത്രം, സ്തോത്രം. അങ്ങനെ യേശു ഒരു കഴുതക്കുട്ടിയെ കണ്ടു. ഇതിനെ എങ്ങനെ കണ്ടുപിടിച്ചെന്നുള്ളതാ. കർത്താവിന് ഇതുമെല്ലാം കാണാതിരിക്കുകയാണോ? ദൈവത്തിന് സ്തോത്രം. യഹോവയുടെ കണ്ണെല്ലായിടത്തും ഉണ്ട്. ആകാത്തവരെ നല്ലവരെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അടിച്ചവനെയും തെറി പറഞ്ഞവനെയും അറബിയുടെയും അടിച്ചു മാറ്റിയവനെയും കഞ്ചാവ് പിടിച്ചവനെ അണ്ണാക്കി താമ്പാക്ക് കുത്തി കയറ്റിയവനെ എല്ലാം കർത്താവ് കണ്ടോണ്ടിരിക്കുക. എവിടെങ്കിലും വല്ലതും കുത്തി കയറ്റിയിട്ടുണ്ടെങ്കിൽ ഇന്നുകൊണ്ട് അവസാനിച്ചോണം. നിനക്ക് വേണ്ടി കയ്യിലും കാലിലും ആണി കുത്തി തുടച്ചവന്റെ ആത്മാവാണ് ഇന്ന് പകൽക്കാലം നിന്നോട് പറയുന്നത്. യേശുവിനെ കർത്താവ് എന്ന് വാഗുകൊണ്ട് ഏറ്റുപറയുകയും അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് നീ ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ നീ രക്ഷിക്കപ്പെടും, അല്ലെങ്കിൽ നീ ശിക്ഷിക്കപ്പെടും. ശിഷ്യന്മാരിൽ 2 പേരെ വിളിച്ചിട്ട് യേശു പറഞ്ഞു, നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലണം. അവിടെ ആരും കയറിയിട്ടില്ലാത്ത ഒരു പെൺകഴുതിയെയും ഒരു ലേഡീസ് കഴുതിയെയും അതിന്റെ കുട്ടിയെയും കെട്ടിയിരിക്കുന്നു. സ്തോത്രം. അമ്മയെ മോളെ അവിടെ ഒരു കുറ്റിയെ കൊണ്ട് കെട്ടിയിട്ടിരിക്കുക. കെട്ടിയോനില്ല. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ അനേക കുടുംബങ്ങൾ നമ്മുടെ നാട്ടുകളിൽ കാണാം. ഇവിടെ മത്തായി സുവിശേഷം 21-ാം അധ്യായം ഇപ്പം വായിക്കണ്ട. ഇപ്പം വായിക്കാൻ ഭയങ്കര ആവേശമാണ് ഞാൻ പറഞ്ഞതുകൊണ്ട്. സ്തോത്രം. ഞാൻ പോയി കഴിഞ്ഞത് വൈകിട്ട് ചെല്ലുമ്പോൾ ഒന്ന് വായിച്ചാൽ മതി. ആ സമയത്ത് പൊരിച്ച കോഴിയോ ചപ്പാത്തിയോ മട്ടൻ ഫ്രൈയോ ബീഫ് ഫ്രൈയോ ഒന്നും വെക്കരുത്. ഇതൊന്നും മനസ്സിലാകത്തില്ല. കാരണം എൻ്റെ മനസ്സെപ്പോഴും ബീഫ് ഫ്രൈയിലേക്ക് ആകുന്നു, എൻ്റെ മനസ്സെപ്പോഴും KFC-യിലേക്ക് ആകുന്നു. ഇതൊക്കെ മാറ്റി വെച്ച് ഇച്ചിരി നേരം വചനമായിട്ടിരിക്കുമ്പോഴാണ് ഇതിൻ്റെ മർമ്മങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത്. പറഞ്ഞ് മനസ്സിലായല്ലോ? സ്തോത്രം. പറഞ്ഞ കേട്ടില്ലേ? സ്തോത്രം. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിൽ ജനിച്ചത് ആത്മാവിൽ ജനിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ വലിയ വ്യത്യാസം ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ അങ്ങനെ യേശു 2 ശിഷ്യന്മാരെ അയച്ചു. 2 പേരെ അയച്ചത് ഗുണപ്പെടാത്ത ഉപദേശിയല്ല, ദുരുപദേഷ്ടാക്കന്മാരെ അല്ല, ഫയർ 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 എന്ന് പറഞ്ഞ് നടക്കുന്ന തല്ലിപ്പൊളികളെ അല്ല, എന്ന് പറയുന്ന ദുരുദ്ദേശക്കാരനെ അല്ല. ദൈവത്തിന് സ്തോത്രം. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനോടുകൂടെ ദുരുപദേശമില്ലാതെ കറക്റ്റ് വചനത്തിലൂടെ യഥാർത്ഥ വെളിപ്പാടിലൂടെ സഞ്ചരിക്കുന്ന 2 കർത്തൃദാസന്മാരെയാണ് ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി ഉപയോഗിച്ചത്. ഉന്തി വീഴ്ത്തുന്നവന്, ഊതി വീഴ്ത്തുന്നവന്, ശാപം മുറിക്കുന്നവന് കയറും. ഇങ്ങനെ എത്ര കേസുകെട്ടുകളാണ് വരുന്നത്. ഈയിടെ ഇറങ്ങിയ ഫയർ ഫയർ തീ. ദൈവം തമ്പുരാൻ തീയാണ്. ദൈവം തമ്പുരാൻ അവിടെ തീയാന്ന് പറഞ്ഞത്. സീനായി പർവ്വതത്തിന്റെ മുകളിൽ നമ്മുടെ വലിയവനായ ദൈവം വെളിപ്പെട്ടപ്പോൾ മുൾപടർപ്പ് കത്തുന്നതായിട്ട് കണ്ടു. പിന്നെ അത് ദൈവമായിട്ടങ്ങ് വെച്ചാൽ മതിയായിരുന്നല്ലോ. അതിന്റെ നടുവിൽ നിന്നൊരു സൗണ്ട് പുറത്തേക്ക് വന്നു. ദൈവത്തിന് സ്തോത്രം. അതാണ് റിയൽ ഗോഡ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്രകാരം തന്നെ ഏലിയാവ് ഒരു വലിയ ഗുഹയ്ക്കകത്തായിരുന്നു. ഏലിയാവ് ഗുഹയിൽ ഇപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുക. അപ്പൊ ആ സമയത്താണ് താൻ കർത്താവിനെ പ്രതീക്ഷിച്ചിരിക്കുക. എന്നെ ഗുഹയെന്ന് പുറത്തിറങ്ങും. നാട്ടുകാരെ എന്ന് കാണും. 3.5 കൊല്ലമായി ആൾക്കാരെയൊക്കെ ഒന്ന് കണ്ടിട്ട്, മനുഷ്യന്റെ തല കണ്ടിട്ട്, അതുകൊണ്ട് എനിക്കൊന്ന് രക്ഷപ്പെടണം. അതിനിങ്ങനെ കാത്തിരുന്നപ്പോൾ ഒരു വലിയ ഭൂകമ്പം ഇങ്ങോട്ട് വന്നു. അപ്പം ഏലിയാവ് ചിന്തിച്ചു, ഈ ഭൂകമ്പത്തിന്റെ രാത്രി ഞാൻ പ്രതീക്ഷിച്ച ആളുണ്ട്. ആ ഭൂകമ്പത്തിന്റെ അകത്ത് യഹോവ ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് വലിയൊരു കൊടുങ്കാറ്റ് ഇങ്ങോട്ട് വന്നു. അപ്പൊ ആ പുള്ളിക്ക്
പുള്ളിക്കാരൻ ചിന്തിച്ചു, ഈ കൊടുങ്കാറ്റിനകത്ത് എൻ്റെ ദൈവം കാണും. കൊടുങ്കാറ്റിൽ യഹോവയില്ലായിരുന്നു. സ്തോത്രം. അത് കഴിഞ്ഞൊരു ഭയങ്കര തീ ഇങ്ങോട്ട് വന്നു, ഭയങ്കര തീ ഇങ്ങോട്ട് വന്നു. പുള്ളി 100% വിശ്വസിച്ചു ഈ ഫയറിൻ്റെ അകത്ത് ദൈവമുണ്ട്. ആ ഫയറിൻ്റെ അകത്ത് ഫയറും കണ്ടില്ല, കയറും കണ്ടില്ല, സാത്താനും കണ്ടില്ല, ഒന്നും കണ്ടില്ല. അത് കുറച്ചു നേരം ഇങ്ങനെ ഏലിയാവിൻ്റെ മുമ്പ് ഇങ്ങനെ ഷോ ചെയ്ത് ചതങ്ങ് പോയി. ദൈവം എവിടെ? അത് കഴിഞ്ഞ ശേഷം മന്ദമായ ഒരു സ്വരം വന്നു, ഏലിയാവേ, ഇവിടെ നിനക്കെന്ത് കാര്യം? അതാണ് ദൈവത്തിന്റെ ശബ്ദം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയാണ്, അല്ലാതെ ദൈവമല്ല. മാളികമുറിയിൽ നമ്മുടെ പിതാക്കന്മാർ ഒന്നിച്ചുകൂടി അവർ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ അപ്പോസ്തലന്മാരുടെയും 16 പരം ജാതികളുടെയും നാവിന്മേൽ അഗ്നിജ്വാലയ്ക്കൊത്തുള്ള നാവുകൾ പ്രത്യക്ഷമായി. അത് സർവശക്തനായ ദൈവമല്ലായിരുന്നു. ഇന്നലെ വരെ തോന്നിയതുപോലെ പറഞ്ഞും ജീവിച്ചും കൊണ്ടും കൊടുത്തും കൊണ്ട് ഒരു അശുദ്ധമുള്ള അധരമായിരുന്നു അവരുടെ അധരം. ഒരു വൃത്തികെട്ട അധരമായിരുന്നു, ശുദ്ധികെട്ട അധരമായിരുന്നു. സർവശക്തനായ ദൈവത്തിന്റെ യാഗപീഠത്തിലെ അഗ്നി അവരുടെ അധരത്തിന്മേൽ വന്നിട്ട് അത് ശുദ്ധീകരിച്ചു. സ്തുതിക്ക് വേണ്ടി, സ്തോത്രത്തിന് വേണ്ടി, ദൂതിനു വേണ്ടി, പ്രവചനത്തിനു വേണ്ടി, വെളിപ്പാടിനു വേണ്ടി, സത്യസുവിശേഷത്തിന്റെ മഹിമ കണ്ട സാക്ഷിയായി മാറുവാൻ അവരുടെ അധരത്തെ വിശുദ്ധീകരിച്ച ഒരു അനുഭവമായിരുന്നു പെന്തക്കോസ്ത് നാള്. അല്ല, ദൈവം തമ്പുരാൻ നന്നാക്കി വന്ന് കയറിയതല്ല. വേറെ ഇങ്ങനെ സ്ഥലമില്ലേ? സ്വർഗം അവന്റെ സിംഹാസനം, ഭൂമി അവന്റെ പാദപീഠം. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കും. നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവം തമ്പുരാൻ വസിക്കുന്നത് മൂക്കിന്റെ അകത്തും പല്ലിന്റെ അകത്തും ചെവിക്കകത്തൊന്നുമല്ല, ഈ ഹൃദയത്തിന്റെ അകത്താണ് ദൈവം വസിക്കുന്നത്. ഇവിടാണ് ഇരിക്കുന്നത്, ഇവിടാണ് വസിക്കുന്നത്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് ഹൃദയം തുറന്നാൽ, വാതിൽ തുറന്നാൽ, ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. പ്രൈസ് ദി ലോർഡ്. തുറക്കാത്ത വാതിലുകളെന്ന് പകൽക്കാലം തുറക്കണം. ദൈവത്തിന് സ്തോത്രം. ചിലരുടെ ഹൃദയമല്ല തുറക്കുന്നത്, എപ്പോഴും 24 മണിക്കൂർ വായി ഇങ്ങനെ തുറന്ന് വെച്ചോണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ചപ്പാത്തി മസാല, 2 ചപ്പാത്തി, 2 ബീഫ് ഫ്രൈ ചെയ്യുന്നു, ഒരു 6 ഓംലേറ്റ്, 7 കോഴിമുട്ട, 6 ഏത്തക്കാപ്പ് ഇങ്ങോട്ട് പോകും. ഇതെല്ലാം അടിച്ചു കയറ്റി വാട്ടർ ടാങ്ക് വെള്ളം കയറ്റുന്നത് പോലെ. എന്നിട്ട് പരാതിയായിട്ട് പാസ്റ്റർ വരിക, 4 പേര് തിന്നുന്നതൊക്കെ അവന് ഒറ്റയരിക്കും തിന്നുന്നത്. 2 ആഴ്ചത്തെ ശമ്പളമൊക്കെ അവിടെ കബേലെ പറ്റി തീർത്ത് കഴിയുമ്പോൾ ഒന്നും കാണത്തില്ല. ഈ അവിഞ്ഞ തീറ്റി അങ്ങ് അവസാനിപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം ഒന്ന് കിഴുകി ഇതിന്റെ അകത്തെ കുറച്ച് വേസ്റ്റ് എല്ലാം എടുത്തു കഴിഞ്ഞ് കല്ലട മുട്ടി ഈനാമ്പേച്ചി കണ്ടകടിച്ചാടി കട്ടപ്പുളവനെയൊക്കെ എടുത്തു കളഞ്ഞ് നീ ഉപവസിക്കണം. പ്രൈസ് ദി ലോർഡ്. ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകത്തില്ല. ദൈവത്തിന് സ്തോത്രം. നീ ചില ആൾക്കാർ കൈയടിച്ച് അന്യഭാഷ പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. പിന്നെ നീ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? ആ ബ്രദർ സഭയ്ക്കകത്ത് അങ്ങനെ പോയിക്കിട്ടും. കരങ്ങളടിച്ച് അന്യഭാഷ പറയുന്നത് ഇഷ്ടമല്ലത്. ദൈവമക്കൾ കൂടുന്നിടത്ത് അന്യഭാഷയുണ്ട്, കൃപാവരമുണ്ട്, ദർശനമുണ്ട്, വെളിപ്പാടുണ്ട്, സ്തുതിയുണ്ട്, സ്തോത്രമുണ്ട്. യേശു ഉത്സവത്തിന്റെ ഒടുക്കത്തെ നാളിൽ വിളിച്ചു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികളൊഴുകും. ആരാധനയുടെ ധ്വനികൾ, അന്യഭാഷയുടെ ധ്വനികൾ, സ്തോത്രത്തിന്റെ ധ്വനികൾ, വചനത്തിന്റെ ധ്വനികൾ. അതുകൊണ്ട് അന്യഭാഷയിൽ പാടുകയും പ്രാർത്ഥിക്കുകയും സംസാരിക്കുകയും ചെയ്യണമെന്ന് വിശേഷാൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ചിലർക്ക് അന്യഭാഷയിൽ സംസാരിക്കുന്നത് ഇഷ്ടമല്ല. സ്തോത്രം. അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ അന്യഭാഷ നിന്ന് പോയെന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്, ബ്രദർ സഭ. അങ്ങോട്ട് എന്നാ വെച്ചാൽ മൂപ്പനുമൊക്കെ നിങ്ങളെ കാത്തിരിക്കുക. പക്ഷെ ഒടുവിൽ മൂപ്പൻ നിങ്ങൾക്ക് ആപ്പായിട്ട് മാറും. സ്തോത്രം. നീ എനിക്ക് ഞാൻ പാസ്റ്ററെ, ഞാൻ സ്തോത്രമൊക്കെ പറയും. ഞാൻ ഇങ്ങനെ എല്ലാവരും പറയുന്ന പോലെ ഇങ്ങനെ സ്തോത്രം തെരുതെരയൊന്നും പറയത്തില്ല. ഞാൻ പറയും, രാവിലെ 10-1 പറയും, 12:30 പറയും, വൈകിട്ട് കിടക്കാൻ നേരത്ത് 1 പറയും. എന്തിനായി എനിക്ക് തെരുതെര സ്തോത്രം പറയുന്നൊന്നും എനിക്കിഷ്ടമല്ല. സ്തോത്രം. നീ എന്തിനാ അത് പറയുന്നത്? നീ ഇവിടെ വല്ല കത്തോലിക്ക പള്ളിയോ യാക്കോബ പള്ളിയോ അല്ലേ അച്ഛൻ്റെ അടുത്തോട്ടിയല്ലേ? അവർ ഈ സാധനം അവർക്ക് ഒട്ടുമേ ഇഷ്ടമുള്ള സ്തോത്രം. അപ്പൊ നിന്നെ അവർ സന്തോഷത്തോടെ സ്വീകരിച്ചോളും. നിന്നെ കാണുമ്പോഴേ പറയും, കുഞ്ഞാട്ടെ നീ വരൂ, നീ സ്തോത്രം പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ ആർട്ടിക്കിളായി അംഗീകരിക്കാം, വരൂ കുഞ്ഞാടെ. പൈസ നിങ്ങൾക്ക് 2 പേർക്കൂടെ സുഖമായിട്ട് ജീവിക്കാം. ഇവിടെ വന്ന് AC-യുടെ കാശുകളെ ചുമ്മാ കുത്തിപ്പിടിച്ചിരിക്കേണ്ട വല്ല കാര്യം എഴുതാൻ അങ്ങോട്ട് ചെല്ലും. സ്തോത്രം. ഇവിടെ എന്തിനാ ഇന്ന് വന്നത്? സ്തോത്രം. സ്തോത്രസ്വരം കേൾപ്പിക്കേണ്ടതിനും നിന്റെ അത്ഭുതങ്ങളെയൊക്കെ വർണ്ണിക്കേണ്ടതിനും കുറ്റമില്ലായ്മയെ ഞാൻ എൻ്റെ കൈകളെ കഴുകുന്നു. ഉള്ളു തുറന്ന് ദൈവത്തെ സ്തുതിക്കാനും ദൈവസന്നിധിയിൽ അല്പം കരയുവാനും പ്രാർത്ഥിക്കുവാനും പാട്ടുപാടി സ്ഥലവും മനവും മറന്ന് അങ്ങയെ ഒന്ന് സ്തുതിക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. സ്തോത്രം.
യേശുവിന് എപ്പോഴും ചെറുതിനെയാണ് ആവശ്യം. നീ വലിയ പുള്ളിയാണെന്നും പറഞ്ഞിരുന്നാണ്ടല്ലോ, സ്വോത്രം, കഴുതയ്ക്ക് പാലമല്ല കാട്ടുപോത്തുമായിരിക്കും നിന്റെ ദേഹത്ത് വന്ന് കയറുന്നത്. നീ ഏറ്റവും തന്നെത്താൻ താഴ്ത്തുന്നവനെ ഉയർത്തുന്ന ഒരു ദൈവമാ. യേശു ഒരു ശിശുവിനെ എടുത്ത് നടുവിൽ നിർത്തിയിട്ട് പറഞ്ഞു, ശിഷ്യന്മാരെല്ലാരും വരൂ. ഉടനെ പത്രോസും യോക്കാബനും ആന്ത്രോസും എല്ലാം കൂടി ഇങ്ങനെ വന്നു. ഇതാ നോക്കൂ, ഈ ശിശുവിനെ എടുത്ത് ഞാൻ നടുക്ക് നിർത്തിയിരിക്കുക. നിങ്ങൾ ഈ ശിശുവിനെ പോലെ ആയി വരുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കിടക്കത്തില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു ശിശുവിനെ പോലെ, ഒരു കൊച്ചു കുട്ടിയെ പോലെ തന്നെത്താൻ താഴ്ത്തണം അതിന്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. ഒരു ഗ്ലാസ് വെള്ളം വെച്ചോണ്ടിരിക്കുക. അന്നേരം ഒരു പാസ്റ്റർ കയറി വരുന്നത്, വലിയ ഹെഡ് വെയിറ്റും ഈഗോയും ജാടയുള്ള വലിയ പുള്ളിയാന്ന് പറഞ്ഞ പാസ്റ്റർക്ക് 5 പൈസ പോലും കൊടുക്കരുത്. ശിഷ്യൻ എന്ന് വെച്ച് ചെറിയവരിൽ നിങ്ങൾ ഒരുത്തന്നെ ചെയ്തു കൊടുത്തോളം എനിക്ക് ഇതിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. താഴ്മയുള്ള പാസ്റ്റർക്ക്, കരയുന്ന പാസ്റ്റർക്ക്, പ്രാർത്ഥിക്കുന്ന പാസ്റ്റർക്ക്, സത്യം പറയുന്ന പാസ്റ്റർക്ക്, ദൈവകൃപയുള്ള പാസ്റ്റർക്ക് നീ എന്ത് വേണമെങ്കിലും കൊടുത്തോ. കടക്കാരനല്ല, ദൈവം നിന്നെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ അഹങ്കാരികളും ദുരുപദേശക്കാരനും നിലവിളിക്കാൻ ഒന്നും കൊടുക്കരുത്. അവർ കയറി വരും. പ്രൈസ് ദി ലോർഡ്. എനിക്ക് 7 പെൺമക്കളാണ്. എൻ്റെ വീട് മാർത്താണ്ഡം എന്ന് പറയുന്ന ആ പ്രദേശത്താണ്. 6 പെൺകുട്ടികളെ വിവാഹം കഴിച്ച് അയക്കുവാൻ ഭാഗ്യം നൽകി. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. അതാണ് നിങ്ങളെ നോട്ടം വിട്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എടാ, അതിന്റെ ഉത്തരവാദിത്വം നമ്മളാണോ? ഓരോ കാര്യത്തിന് ഇറങ്ങിയപ്പോൾ ആ പുള്ളി ഓർക്കണമായിരുന്നു. ഇതിനെല്ലാം നമ്മൾ അങ്ങോട്ട് കാശ് കൊടുക്കേണ്ടത്. പെരയിടിച്ച് കിടക്കുന്നു, പെങ്കൊച്ചുങ്ങളുണ്ടായി. പ്രയോജനം അവനെ എലിയാനും പോയി ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ. നിങ്ങൾ മരുഭൂമിയിൽ കിട്ടുന്ന പൈസ അങ്ങോട്ട് കുടുംബം പോറ്റണം, ബാങ്കിലെ ലോൺ അയക്കണം, ആ ഗുണപ്പെടാത്ത തള്ളയ്ക്ക് 5 പൈസ കൊടുക്കണം. കൊടുത്തില്ല അമ്മായി ഇപ്പം ചൂടാകും, 30-ാം തീയതി കാശ് കിട്ടില്ല, ഇവൻ കാട്ടുപോലത്തോട് പറയും എന്തിയുടെ ഈ കാശ്, ഇതൊക്കെ ചോദിക്കും. ഇതെല്ലാം സമാനം ഗുരുവിടെ കിടന്ന് കളിക്കുന്നു. ഇങ്ങനെയാ ദൈവത്തിന് സൈൻ്റെ ഇടയ്ക്ക് അടിച്ചു മാറ്റാനായിട്ട് കുറച്ച് പിള്ളേർ പ്രൈസുള്ള കൈ തറന്നേ, കാല് തറന്നേ, വൃക്ക പോയേ, കിഡ്നി പോയേ, ആ മെഡിക്കൽ കോളേജ് പോകും. അല്ലെ കർത്താവിനോട് പ്രാർത്ഥിക്കും. ഈ പാവപ്പെട്ട മരുഭൂമികളുടെ കുഞ്ഞുങ്ങളെയാണോ നിങ്ങൾ ദുഃഖിക്കേണ്ടത്? ഞാനിവിടെ വന്ന് ആരോടും എനിക്ക് മീറ്റിംഗ് വേണമെന്നോ എന്നെ സഹായിക്കണമെന്നോ ഞാൻ പറയാറില്ല. ദൈവം പറഞ്ഞ മീറ്റിംഗ് വേണമെന്നോ സാമ്പത്തികം വേണമെന്നോ ആരോടും പറയരുത്. അതെല്ലാം ഞാൻ ക്രമീകരിക്കുന്നു പറഞ്ഞു. ഇന്ന് ചില പുള്ളികൾ വന്നാൽ അങ്ങനെ അറിയാമോ, പഴയ പ്ലാസ്റ്റിക് ചെരുപ്പുകൾ, അലൂമിനിയം പാത്രങ്ങൾ, പൊട്ടിയ ബക്കറ്റുകൾ, ക്യാപ്പ് പോയ വേന, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പഞ്ചറായ ടയറുകൾ, ഇതെല്ലാം അവരെടുക്കും. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. കുഞ്ഞെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടോണം. നീ ഇവിടെ വന്നല്ലോ, നീ വന്നിട്ട് 3-4 കൊല്ലം 5, 8, 10 കൊല്ലങ്ങളായി. നിനക്ക് ഇതുവരെ വീടായിട്ടില്ല. ശരിയായ ഒരു വീട് വേണമെന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ട്. ഇതിന് കഴിഞ്ഞ പ്രാവശ്യം നീ അവിടെ തിരുവനന്തപുരത്ത് ഇറങ്ങി നാഗർകോവിലിലേക്ക് പോയപ്പോൾ നീ 2 സൈഡിലും തലയിട്ട് നോക്കി. അപ്പം ഭയങ്കര വീട് അവിടെ കണ്ടു. 2 നില വീട്, 2 നില വീട് അവിടെ കാണുക. ആ 2 നില വീട്, അതിന്റെ മുറ്റത്ത് 2 അൽബുട്ടാൻ ഇങ്ങനെ നിൽക്കുന്നു. ചാമ്പയൊന്ന്, 2 സിംഹത്തിന്റെ പ്രതിമ ആ ഗേറ്റിൽ ഇങ്ങനെ മുറ്റത്ത് ഇന്നോവ 1 മാരുതി 2, സിൻ വേറെ, ബുള്ളറ്റ് ഓടാതെ 3 ഇരിക്കുന്നു. ഇതെല്ലാം കണ്ടു. ഇതെല്ലാം കണ്ടിട്ട് ആ വഴിയാ പോയപ്പോ സൂപ്പർ ഭാഷ ഇരുന്ന് പെടലി അയച്ച് പറയുക, അവർക്കെല്ലാം ഉണ്ട്. അവർക്ക് 2 നിലയുണ്ട്, സൂപ്പർ ബാറ്റുണ്ട്, പാല് കുറിച്ച പട്ടിയുണ്ട്, ചീമപ്പൂച്ചയുണ്ട്, ഓടാത്ത ഇന്നോവ ഉണ്ട്, ബുള്ളറ്റ് ഉണ്ട്. ഞാൻ വൃത്തികെട്ട വർത്താനം ദൈവസന്നിധിയിൽ പറയുകയോ ഓർക്കുകയോ ചെയ്യരുത്. ദൈവത്തിന് സ്തോത്രം. നിന്റെ കണ്ണുനീര് തുടച്ച് നിന്റെ ഇല്ലായ്മകളെ മാറ്റി ഒരു നല്ല നിലയിൽ എത്തിക്കുന്ന ദൈവത്തെയാണ് നീ കണ്ടുമുട്ടിയിരിക്കുന്നത്. ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഇന്നലെക്കാൾ ഇന്നു ഞാനൻ, ഈ പാട്ട് ഇവർക്ക് അറിയാം ഭാഷ. ഇന്നലെക്കാൾ ഇന്നു ഞാനൻ പ്രിയൻ നാടിനോടേറ്റമാടു തായാതെനിക്കെത്ര ആനന്ദം. ഓ ഇന്നലെക്കാൾ ഇന്നു ഞാനൻ പ്രിയൻ നാടിനോടേറ്റമാടു തായാതെനിക്കെത്ര ആനന്ദം. എന്റെ പ്രിയനെ ഒന്നു കാണുവാൻ, എന്റെ പ്രിയനെ ഒന്നു കാണുവാൻ വാഴും ഞാൻ എന്റെ എല്ലാ നാളും ഞാൻ വാഴും. ഞാൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും നന്മയിൽ ആശ്രയിക്കും. എല്ലാ നാളും ഞാൻ ആമേൻ.
മിനിറ്റേ ഉള്ളൂ, പെട്ടെന്ന് ശുശ്രൂഷ തീരും, ശ്രദ്ധിക്കുക. അപ്പൊ അങ്ങനെ ഈ നീണ്ട 40 വർഷം മുമ്പ് അരുമനാഥനെ കണ്ടുമുട്ടി ഇത്രത്തോളം ദൈവം തമ്പുരാൻ നടത്തി. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ സംശയമുണ്ട്, പ്രൈസ് ദി ലോർഡ്, അണ്ണാച്ചി ഇതുവരെ അണ്ണാച്ചിയുടെ ഭാര്യയെ കുറിച്ചും മക്കളെ കുറിച്ചും ഒന്നും പറഞ്ഞില്ലല്ലോ. എനിക്കറിയാം, നിന്റെ ഇരിപ്പ് കണ്ടപ്പോഴേ തോന്നി ഇത് നിന്റെ മനസ്സിൽ വെച്ചോണ്ടിരിക്കുന്ന കാര്യമാ. സ്വതന്ത്രം അത് പറഞ്ഞേ ഞാൻ പോകത്തുള്ളൂ. ഏക ഭാര്യയുടെ ഭർത്താവും 3 കുഞ്ഞുങ്ങളുടെ പിതാവും, പ്രൈസ് ദി ലോർഡ്, IPC കാരനും കേരള സ്റ്റേറ്റും ഇന്ത്യൻ വാസിയുമായിരിക്കുന്ന ഒരു പാവപ്പെട്ട ഒരു എളിയ ദൈവദാസനാണ് ഞാൻ. സ്വതന്ത്രം. എനിക്ക് 2-3 കുഞ്ഞുങ്ങളുണ്ട്. അവരെല്ലാം പ്രായപൂർത്തിയായി, അവരെല്ലാം മക്കളും കൊച്ചുമക്കളും ആയവരാണ്. പ്രൈസ് ദി ലോർഡ്, സ്വതന്ത്രം. അപ്പൊ നിങ്ങൾ ഓർക്കും, അയ്യോ പുള്ളിക്കാരന് അപ്പം മക്കളും കൊച്ചുമക്കളും വലിയ കിളവനായി പ്രായം. ഇതിൻ്റെ അകത്ത് എന്നെ ഓടി തോപ്പിക്കാൻ നട്ടുള്ള ഒരൊറ്റ പുള്ളി പോലും ഇല്ലെന്നുള്ളത് ഇവിടെ സംശയമുണ്ട്. ഞാനൊരു സ്ഥലത്തോട്ട് വരാൻ പറയാം, ഒന്ന് ഓടി തോപ്പിക്കും. പ്രൈസ് ദി ലോർഡ്, നിനക്ക് 1000 റിയാൽ തരാം. സ്വതന്ത്രം. അതിന്റെ കാര്യം എന്നതാ? നമ്മൾ ദൈവശക്തി ഉണ്ടെങ്കിൽ ദൈവകർമ്മം, എനിക്ക് യാതൊരു അസുഖമില്ല. സ്വതന്ത്രം. ഹാലേലിയ, കോച്ച, കുളത്തെ, പല്ലുകടി, കൂർക്കമ്പലി, ആന്ത്രവായു, ഒരു അസുഖമില്ല കർത്താവിന്റെ കൃപയാൽ. ഞാൻ ഇതൊന്നും മേടിക്കാനായിട്ട് പോകാറില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. സ്വതന്ത്രം. ചിട്ടയായ ജീവിതവും ശരിയായ വ്യായാമവും മനുഷ്യയോടെ നീ കർത്തൃമേശ എടുത്താൽ ആരോഗ്യവും ബലവും പ്രൈസ് ദി ലോർഡ് ദൈവം തമ്പുരാന്റെ ദാനമാണ്. രോഗശാന്തി നിനക്ക് കരസ്ഥമാക്കാം. നിന്റെ ദേഹം ദേഹി ആത്മാവിനെ സൂക്ഷിക്കാൻ കഴിവുള്ളവനാണ് നമ്മുടെ അരുമനാഥനായ യേശു കർത്താവ്. യേശു കർത്താവ് കിളവനായ ശേഷമല്ല കുരിശേ കയറിയത്. 72 വയസ്സവൻ വടി കുടി പിടിച്ച്, ആന്ത്രയോസേ ഒന്ന് പിടിച്ചാടാ, കുന്ത എവിടായിരിക്കുന്നല്ലേ, ഒന്ന് കയറ്റി തറക്കടാ, ഇങ്ങനല്ല യേശു വന്നത്. യേശു 33.5 വയസ്സുള്ള നല്ല യൗവന കാലഘട്ടങ്ങളിലാണ് ചുടുചോര കട്ടച്ചോര എനിക്കും നിനക്കും വേണ്ടി ഒഴുകിയത്. അതാണ് നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരും. അല്ല വീട്ടിൽ ഇരുന്നോണ്ട് ആരെല്ലാം വന്നു കഴിക്കും, ആന്റി എന്നാ ഉണ്ട് വിശേഷം? എനിക്കും വയസ്സായി, വീടിനും വയസ്സായി, ഇനി എത്ര നാൾ ജീവിക്കാന്ന് അറിയത്തില്ല. ഈ കേസ് കെട്ടിന്റെ വർത്താനം കേൾക്കാനേ പോകരുത്. ആവശ്യകതയാണ് കുറച്ച് പോരാട്ടങ്ങളും പ്രതിസന്ധികളും, ശത്രുവായവന്റെ പോരുകളും പോരാട്ടങ്ങളും ചില വിഷയങ്ങളും പ്രതിസന്ധികളും മാനസികമായിട്ട് അലട്ടി. അതാ ഒന്നാമത്തെ വ്യായം. അത് സഭയിൽ നിന്ന് പുറത്തു പോകണം. നിരാശയുടെ വാക്കുകൾ പറയരുത്. സാക്ഷ്യം പറയാൻ എഴുന്നേറ്റ് വന്ന് ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോ അങ്ങനെ ഇവിടെ വരുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. കിച്ചന്റെ വാതിക്കൽ ഇത്രയും നീളത്തിലൊരു പാമ്പ് കിടക്കുന്നു, അതെന്നെ കടിച്ചിരുന്നെങ്കിൽ ദൈവമക്കളെ ഞാൻ ചത്തു പോകുമായിരുന്നു. ഒരു ഇച്ചിരി എങ്ങാണ്ട് ഒരു കട്ടപ്പളവൻ എന്നെ എങ്ങാണ്ട് പോയി, അതാ വലിയ പെരുപ്പിച്ചൂടെ പറയുന്നത്. ഒന്നുമില്ല, ചുമ്മാ ഒരു ചെറിയ മഴ നനഞ്ഞപ്പോൾ ഈ തലവേദന ഉണ്ടായി. 3 ദിവസം നാളെ ശിരസിന്റെ വലതുഭാഗത്തായിട്ട് വലിയ ആഴമായി സൂചി കൊണ്ട് കുത്തുന്ന പോലെ ചില കുത്തുകൾ വരികയും, ഞാൻ എന്ത് ചെയ്യണം? ഇത്രയും അവിഞ്ഞ സാക്ഷിയൊന്നും പറയരുത്. പ്രൈസ് ദി ലോർഡ്. വല്ല പ്രയോജനമുള്ള സാക്ഷ്യം പറ. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം കേട്ട് കർത്താവിന്റെ ദാസൻ വല്ലതും പറയാൻ പറ്റുമോ? പറഞ്ഞില്ല പിന്നെ മുഖം വീർപ്പിച്ചിട്ട് അടുത്ത ആഴ്ച വന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്. സോദരൻ ഇങ്ങനെ വീർത്ത് കേട്ടി. എന്തുകൊണ്ടാ? സൂചി കൊണ്ട് കുത്തിയതിന് കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ചില്ലത്. ഇച്ചിരി കാര്യം മതി, ഉടനെ പിണങ്ങി തിരിഞ്ഞ് പ്രൈസ് ദി ലോർഡ് അവറാച്ചന്റെ സഭയിൽ നിന്ന് മാത്തുക്കളുടെ സഭയിലേക്ക് പോകും. പ്രൈസ് ദി ലോർഡ്. പിന്നെ മേഴ്സി പറഞ്ഞ പാസ്റ്റർ വിളിക്കും. മേഴ്സി എവിടെയാണ്? പ്രൈസ് ദി ലോർഡ് പാസ്റ്റർ നമ്മൾ പിന്നെ വിളിക്കാം കേട്ടോ. ഈ പാസ്റ്ററോട് വലിയ താല്പര്യമില്ല. ഇവിടെ ഇരിക്കുന്ന എന്റെ മോന്റെ പേരെന്നാ? വാട്ട് ഈസ് യുവർ നെയിം? തങ്കപ്പൻ. നല്ല പേര്. പ്രൈസ് ദി ലോർഡ്. തങ്കമില്ലെങ്കിലും അത്രയും ഒരു പേരെങ്കിലും കിട്ടിയല്ലോ മതി. ഏതായാലും കൊള്ളാം. ഇവിടെ നമ്മുടെ തങ്കപ്പൻ ബ്രദർ കൂടി ഇരിക്കുക. ഇന്നലെ പുള്ളിക്കാരന് ഒരു 2 കോടി റിയാൽ ഇവിടെ വെച്ച് അത്ഭുതകരമായിട്ട് ഒരറ വിളിച്ചിട്ട് പറഞ്ഞു, അസ്സലാമു അലൈക്കും, വാ നിനക്ക് ഞാൻ ഒരു 2 കോടി റിയാൽ തരാമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഞെട്ടിപ്പോയി. ഒരു കറുത്ത പെട്ടിക്കകത്ത് 2 കോടി റിയാൽ ഇന്നലെ രാത്രി 10 മണിക്ക് കൊടുത്തെന്ന് വെച്ചു. ഇന്നിവിടെ ആരാധനയ്ക്ക് വരേണ്ടതാ. ആരാധനയ്ക്ക് 10-ന് തുടങ്ങുന്ന ആരാധന 12 വന്നില്ല. അന്ന് 4 മണിയായപ്പം ആ തങ്കപ്പനെ സ്നേഹിക്കുന്ന ഈ കർത്തൃദാസൻ വിളിച്ചു. തങ്കപ്പനെ ഫോണിൽ വിളിച്ചു. നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. കേട്ടാ, ഇത് സംഗതി വശങ്ങളായില്ല. ഇന്നലെ വരെ എൻ്റെ ചായ ഒരു കുഴപ്പമില്ലാത്ത പോലെ രാത്രി 10 മണി പോലെ അടിക്കുന്നില്ല. എന്തുകൊണ്ടാ? ഈ 2 കോടി കിട്ടി. അപ്പം തൻ്റെ വൈഫ് ഉണ്ടെന്ന് വെച്ചോ, വൈഫിനോട് എന്ന് പറഞ്ഞു, ഇടി അറിവിരുന്നല്ലേ 2 കോടി രൂപ തന്നടി. പക്ഷേ നമുക്ക് കയറിപ്പോവാൻ ചുമ്മാ ഒരു മനുഷ്യ ഇവരുമാർ ഇടിച്ച് ജയിലിൻ്റെ താക്കും. ഇതെങ്ങനെയെങ്കിലും ന്യൂട്രൽ കുറേശ്ശെ നമുക്ക് SBTയിലേക്കും ഫെഡറൽ ബാങ്കിലേക്കും LICയിലേക്കും അട്ടിമറിച്ചോണ്ട് എങ്ങനെയെങ്കിലും നീ ആദ്യം കയറിപ്പോ, ഞാൻ പിറ്റേ ദിവസം വരാം. ഓടി അവിടുന്ന്. അത് വേണ്ട, കാശ് കിട്ടിയപ്പോൾ എന്നെ ഇവിടെ തള്ളിയേച്ച് വേറെ എനിക്ക് മനസ്സിലായി. അതിൻ്റെ പേരിൽ ഒരു ഉടക്കം അവിടെ കഴിഞ്ഞു. അങ്ങനെ എല്ലാം നിന്ന് ശേഷം പറഞ്ഞു, നമുക്ക് ഇന്ന് അലമാരിക്കകത്ത് വെച്ച് കൂടാം. ഓടിയവന്മാർ അലമാരി മുത്തത്തോടെ എടുത്തോണ്ട് പോകാൻ പോലീസ് അരിച്ചു പുറകുമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഇതിനെക്കുറിച്ചുള്ള ചർച്ചയായിരുന്നു. നേരം വെളുക്കുന്നിടം പറയും, ഒറ്റപ്പോളെ കണ്ണടച്ചില്ല. അങ്ങനെ വന്നപ്പം പറഞ്ഞു, അവള് പറഞ്ഞു കൊടുത്തു, ഫോണങ്ങ് ഓഫാക്കിയേരെ,
പാസ്റ്ററൊക്കെ അത്ര സെറ്റപ്പൊക്കെ ഉണ്ടെങ്കിലും കാശ് കിട്ടി ആരാ മേടിക്കാത്തത്? അതുകൊണ്ടൊരു കാര്യം ഇതിൻ്റെ ദശാംശം ചോദിച്ചുകൊണ്ടൊക്കെ വന്നിട്ട് ഈ സംഗതി ഗുലുമാരാകും. അതുകൊണ്ട് അതൊന്നും മിണ്ടണ്ട്, സ്വിച്ച് ഓഫ് ആക്കിയാൽ പറഞ്ഞു. രണ്ടും കൂടി ഇവിടുന്ന് പിറ്റേ ആഴ്ച ഇവിടുന്ന് മുങ്ങി. പാസ്റ്റർ ഇവിടെ എല്ലാം തപ്പി നടക്കും. ഓരോരുത്തരോട് ചോദിച്ചു, പ്രൈസ് ഷിബുവിനെയും കണ്ട് ചോദിച്ചു, ഷിബു നമ്മുടെ തങ്കപ്പനെ കണ്ടോ? ഉടനെ ഷിബു പറഞ്ഞില്ല, കണ്ടില്ല. തങ്കപ്പനും തങ്കമ്മയും ഇവിടുന്ന് പോയിട്ട് ദിവസങ്ങളായി. 6 മാസം കഴിഞ്ഞപ്പോൾ സപ്പോസ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പണം വന്നു കയറുമ്പോൾ ദൈവത്തെ മറക്കുന്നു, വ്യക്തിബന്ധങ്ങളെ മറക്കുന്നു, ദൈവസന്നിധി മറക്കുന്നു എന്നുള്ള തെളിവാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ എന്നെ ഇതുകൊണ്ട് പോയി. രണ്ടും കൂടെ എന്നാ എടുത്തു, സിംഗപ്പൂർ പോയി. 6 മാസം കഴിഞ്ഞപ്പോൾ ഇവിടെ സൗദി ജോലി ചെയ്ത ദമാമിലെ ഒരു സഹോദരൻ അവിചാരിതമായി അതുവഴി ന്യൂയോർക്കിന് പോയപ്പോൾ അവിടെ ഇറങ്ങിയപ്പോൾ ഇവരെ അവിചാരിതമായി കണ്ടു. തങ്കപ്പനല്ലേ അത്? എന്നാ ഇവിടെ നിങ്ങളുടെ ഭാഷ അന്വേഷിച്ചായിരുന്നു? എന്നോ സിംഗപ്പൂർ, ടുമോറോ USA. തങ്കപ്പന്റെ കിട്ടും മാറ്റും പ്ലാനും ഭാഷയൊക്കെ അങ്ങ് മാറി. എന്താ 2 കോടി? ചിലത് കിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾ ആരും ഇവിടെ കുത്തിപ്പിടിച്ചിരിക്കത്തില്ല. നേരത്തെ ഇവിടുന്ന് സ്ഥലം കാലിയൊക്കെ പോകുമായിരുന്നു. നിങ്ങൾക്കറിയാം, എനിക്ക് ദൈവസന്നിധിയിൽ ലഭിക്കേണ്ടതായിട്ടുണ്ട്. എനിക്ക് നല്ലൊരു വിവാഹം നടക്കേണ്ടതായിട്ടുണ്ട്. എനിക്ക് എൻ്റെ എക്സാം വിജയിക്കണം. എനിക്ക് നേഴ്സായിട്ട് യൂറോപ്പിലെ ന്യൂസിലൻഡിലും എനിക്ക് പോകണം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ അസുഖം മാറണം. എനിക്ക് നല്ലൊരു വീടുണ്ടാക്കണം. എൻ്റെ ജോലിക്ക് ഒരു വ്യത്യാസം വരണം. എൻ്റെ ലഭിക്കേണ്ട ശമ്പളം, ഒട്ടനവധി ആവശ്യങ്ങൾ കുഞ്ഞെ നിന്റെ ഹൃദയത്തിലുള്ളത് കൊണ്ടാണ് നീ ദൈവസന്നിധിയിൽ വന്നത്. ഇന്നലെ രാത്രി ഓരോ കോടി ഇവിടെ ഓരോരുത്തർക്കും കിട്ടിയിരുന്നെങ്കിൽ പാസ്റ്ററും ഈ മിണ്ടാപ്രാണിയായ മൈക്രോഫോണും ഞാനും കൂടെ ഇവിടെ വന്ന് നിന്റെ മക്കൾ എവിടെ അറിയത്തില്ല. എന്തോ ചിലത് കിട്ടിയിരുന്നേ ഇരിക്കുന്നില്ല, ചിലത് കിട്ടാഞ്ഞതുകൊണ്ടാണ് ഇവിടെ കുത്തിപ്പിടിച്ചിരിക്കുന്നത്. സ്വോത്രം. ഇതിന്റെ പേര് 2.5 കഴിഞ്ഞ് എന്റെ നേരെ കുതിര കയറരുത്. പ്രൈസല പാസ്റ്റർ ഒറ്റ ഒരുത്തനാ അത് ഉഴപ്പിയത്. ഒന്നും അല്ല ദൈവമക്കളെ, നമുക്ക് വേണ്ടി ദൈവം ഒന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ ദൈവം തന്നിരിക്കും, ഇല്ലേ? ആരെല്ലാം തടഞ്ഞാൽ, എവിടെല്ലാം ബ്ലോക്ക് ചെയ്താലും, എന്തെല്ലാം ചെയ്താലും ദൈവം നമുക്ക് വേണ്ടി ഒന്ന് ഒരുക്കിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി തന്നിരിക്കും. സന്തോഷമുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. നീ ഏറ്റവും എളിമപ്പെട്ടു, നിന്റെ ജീവിതത്തിൽ ദൈവം വലിയവനാക്കും നിന്നെ. എല്ലാവരോടും തമ്മിൽ വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്ന് കൊള്ളുവിൻ. റോമാലേഖനത്തിൽ അങ്ങനെ വലിയ പുള്ളിയായിട്ട് കളിക്കരുത്. യേശു ഒരു ചെറിയ ശിശുവിനെയാണ് കയ്യിലെടുത്തത്. കർത്താവിന്റെ ദാസന്മാർ എളിമപ്പെട്ടവരായിരിക്കണം. ഏറ്റവും എളിയ ദാസന്മാരെയാണ് ദൈവം മാനിച്ചത്. മനസ്സിലായോ? നമ്മുടെ എല്ലാം ജീവിതത്തിൽ ആ അനുഭവം ഉണ്ടാകട്ടെ. ദൈവം ലോകത്തിൽ ആരെയാണ് സമ്പത്തുള്ളവരാക്കി മാറ്റിയത്? ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പത്തുള്ളവരും തന്നെ സ്നേഹിച്ച രാജ്യത്തിന് അവകാശികളുമായി തെരഞ്ഞെടുത്തില്ലയോ? ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദൈവവിഷയമായി നമ്മൾ എത്രയും പെട്ടെന്ന് സമ്പന്നനായിക്കോ. നന്മയും കരുണയും നമ്മുടെ അക്കൗണ്ടിൽ വരാനുള്ളത്, വെറും പോക്കറ്റിൽ വരാനുള്ളത് ദൈവം കരുതിയിട്ടുണ്ട്. ദൈവവിഷയമായി പ്രാർത്ഥനയിലും കൂട്ടായ്മയിലും സ്നേഹത്തിലും വിശുദ്ധിയിലും വേർപാടിലും പ്രൈസ് ദി ലോർഡ് നിങ്ങൾ നിന്നാൽ നിങ്ങൾ സമ്പത്തുള്ളവരായി മാറും. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കരുതും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഈ നല്ല സുദിനം നിങ്ങളെ കാണുവാൻ, നിങ്ങളോടൊപ്പം ഇരിക്കുവാൻ, എളിയവനായി എൻ്റെ സാക്ഷി ഒന്ന് പ്രസ്താവിക്കുവാൻ, എൻ്റെ പ്രസംഗത്തിൽ വലിയ സാഹിത്യ ഭാഷയും അതുപോലെ തന്നെ വലിയ തിയറിയും തോട്ട്സും ഒന്നും കാണത്തില്ല. ഞാൻ വളരെ സിമ്പിളായിട്ടാണ് നിങ്ങളോട് വചനം പ്രസംഗിച്ചത്. വളരെ ലളിതമായ നിലയിൽ നിങ്ങൾക്ക് ഏവർക്കും, ഒരു കൊച്ചു കുട്ടികൾക്ക് വരെ ഞാൻ പ്രസംഗിച്ചത് മനസ്സിലാകും. പ്രൈസ് ദി ലോർഡ്. അത് സഭയ്ക്കകത്താകൊണ്ട് കൺവെൻഷൻ ഇങ്ങനെയല്ല പ്രസംഗിക്കുന്നത്, അത് വേറെ രീതിയിലാണ് അതിൻ്റെ പ്രസംഗങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങളുടെ ആ കൊച്ചു മുറിക്കുള്ളിൽ, ആ കൊച്ചു വില്ലയ്ക്കുള്ളിൽ നമ്മുടെ കർത്താവായ യേശു ഉണ്ട്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടോണം. പ്രതിസന്ധികളുടെ നടുവിൽ കടന്ന് കാറിക്കൂവി ബഹളം ഉണ്ടാക്കി ഇത്ര അഭിഞ്ഞ വർത്താനം ഒന്നും പറയരുത്. ലോകത്തിന്റെ അവസാനത്തോളം നിന്നോട് കൂടെ ഉണ്ടെന്ന് അള്ളിച്ചത് കർത്താവ്. സെക്കൻഡ് ഹാൻഡ് കാറാണെങ്കിലും കാറിന്റെ ഇങ്ങേ സൈഡിൽ അവൻ ഇരിപ്പുണ്ട്. പ്രൈസലോ. ആ പഴയ വീട്ടിൽ അവൻ നിന്നോട് കൂടെ ഇരിപ്പുണ്ട്. ദൈവം അവനാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഇത്രത്തോളം ദൈവം നടത്തി, ഇനിയും അവൻ നടത്തുവാൻ വിശ്വസ്തനായ ദൈവം തന്നെയാണ്.